മന്ത്രി കെ ബാബുവിന്റെ രാജിയോടെ കോൺഗ്രസിൽ ഗ്രൂപ്പ് പോര് മൂർച്ഛിക്കുന്നു. സുധീരനും വിജിലൻസിനുമെതിരെ എ ഗ്രൂപ്പ് പരസ്യമായി രംഗത്ത് വരാൻ തയ്യാറെടുക്കുകയാണ്. അതേസമയം ബാബുവിന്റെ രാജി സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കുന്നതിനായി മുഖ്യമന്ത്രി UDF നേതാക്കളുമായി ചർച്ച ചെയ്യും. വിശദാംശങ്ങളുമായി ദിനകർ ചേരുന്നു. ദിനകർ, ഏതു തരത്തിലാണ് ബാബുവിന്റെ രാജി കോൺഗ്രസിന്റെ ഗ്രൂപ്പ് വഴക്കിനെ തുടർ ദിവസങ്ങളിൽ ബാധിക്കുക? ഹരി, സംസ്ഥാനം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന പശ്ചാത്തലത്തിലാണ് മന്ത്രി കെ ബാബു ഇന്നലെ രാജിവെച്ചത്. ഇത് UDF-നുള്ളിൽ, പ്രത്യേകിച്ച് കോൺഗ്രസിനുള്ളിൽ വലിയ അലയൊലികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിലവിൽ ഇത് പുറമേക്ക് പ്രകടമല്ല എങ്കിൽ കൂടിയും കോൺഗ്രസിനുള്ളിൽ ഇത് വലിയ പൊട്ടിത്തെറിക്ക് ഇടയാക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് വസ്തുത. എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും തമ്മിലുള്ള തുറന്ന പോരിലേക്ക് ഇത് എത്തിച്ചേർന്നിരിക്കുന്നു എന്നും നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയും. കെ ബാബുവിനെതിരായ വിജിലൻസ് കോടതിയുടെ പരാമർശങ്ങൾ, അല്ലെങ്കിൽ വിജിലൻസ് കോടതി FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യണം, അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ടത് വിജിലൻസ് വകുപ്പിൻ്റെ ആഭ്യന്തരമന്ത്രിയുടെ പരാജയമാണ്, അല്ലെങ്കിൽ മനഃപൂർവ്വമുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ് ഇത് എന്നാണ് ഇപ്പോൾ എ ഗ്രൂപ്പ് വൃത്തങ്ങൾ വിലയിരുത്തുന്നത്. അതോടൊപ്പം തന്നെ VM സുധീരനും പിന്നിൽ നിന്ന് കുത്തി എന്ന ശക്തമായ ഒരു നിലപാട് എ ഗ്രൂപ്പിനുള്ളിലുണ്ട്. അത് പരസ്യമായ വിമർശനത്തിലേക്ക് ഇവർ എത്തിക്കാത്തത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ്. അതോടൊപ്പം തന്നെ ഹൈക്കമാൻഡിൻ്റെ മുൻ നിലപാടുകളും ഇക്കാര്യത്തിൽ പരസ്യ പ്രതികരണത്തിൽ നിന്ന് നേതാക്കളെ മാറ്റി നിർത്തുന്നത് ഈ ഘടകം തന്നെയാണ്. പക്ഷെ വരും ദിവസങ്ങളിൽ അത് കൂടുതൽ രൂക്ഷമായി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. VM സുധീരൻ ഇന്നലെ വിജിലൻസ് കോടതിയുടെ ഉത്തരവ് പുറത്തു വന്ന ഉടൻ തന്നെ വളരെ ഗുരുതരമാണ് വിജിലൻസ് കോടതിയുടെ പരാമർശങ്ങൾ എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. അതേ തുടർന്നാണ് കെ ബാബുവിന് രാജിവെക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്തത്. ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള നീക്കങ്ങൾ ഘടിപ്പിക്കുകയാവും ഇനി VM സുധീരനും അതോടൊപ്പം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള ഐ ഗ്രൂപ്പും എന്നുള്ളത് വ്യക്തമാണ്. ഈ മന്ത്രി KM മാണി രാജിവെച്ചു. അതിനൊപ്പം തന്നെ ഇപ്പോൾ കെ ബാബുവിൻ്റെ രാജി കൂടി ആയതോടുകൂടി കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് പരസ്പരം ചെളിവാരി എറിയലിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നേതാക്കൾ തലസ്ഥാനത്ത് ഇല്ലാത്തതുകൊണ്ട് തന്നെ കൂടിയാലോചനകൾ ഒന്നും തന്നെ നടക്കുന്നില്ല. എന്നാൽ ഇന്ന് വൈകിട്ടോടുകൂടി, നാളെയോടുകൂടി നേതാക്കൾ തിരുവനന്തപുരത്ത് എത്തിച്ചേരും. തലസ്ഥാന നഗരിയിൽ എത്തിച്ചേർന്നാൽ ഉടൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടിയാലോചനകൾ, മന്ത്രി കെ ബാബുവിൻ്റെ രാജിയെ തുടർന്ന് ഈ മന്ത്രിസ്ഥാനം ആരെ ഏൽപ്പിക്കണം എന്നത് സംബന്ധിച്ചുള്ള തീരുമാനം മുഖ്യമന്ത്രി കൈക്കൊള്ളും. ഒരുപക്ഷെ മുഖ്യമന്ത്രി ഈ വകുപ്പ് കൈവശം വെക്കാം. അതല്ല എങ്കിൽ മറ്റൊരാൾ KC ജോസഫിന് ഉൾപ്പെടെ ഉള്ള അദ്ദേഹത്തിന് വിശ്വസ്തരായിട്ടുള്ള ആർക്കെങ്കിലും കൈമാറാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, CPM-നെതിരെ LDF-നെതിരെ ശക്തമായ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ലാവ്ലിൻ ഉൾപ്പെടെ ഉള്ള ആരോപണങ്ങൾ വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന് LDF-നെ, CPM-നെ ആക്രമിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ബാർ കോഴ കേസ് വീണ്ടും UDF-നെ, കോൺഗ്രസിനെ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നത് എന്നുള്ള ഒരു വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. VM സുധീരൻ നയിക്കുന്ന ജനരക്ഷായാത്ര ഇപ്പോൾ തുടരുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും ഇതിൽ ശക്തമായ നിലപാട് അഴിമതിക്കെതിരെ VM സുധീരനെ സ്വീകരിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ആ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോയില്ല എങ്കിൽ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിടും എന്ന ഒരു പേടി കൂടി UDF നേതൃത്വത്തിനുണ്ട്, കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. പക്ഷേ ഇതൊക്കെയാണെങ്കിൽ കൂടിയും പരസ്പരം ചെളിവാരി എറിയുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ള കാര്യത്തിന് സംശയമില്ല. കോൺഗ്രസ് അത്തരം വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്. ഹാരി, ദിനകർ, നിയമസഭാ ബജറ്റ് സമ്മേളനത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കുന്നു. ഏത് തരത്തിലാവും നിയമസഭയിൽ ബാബുവിൻ്റെ മാണിയുടെ രാജി പ്രതിഫലിക്കുക? ഹാരി, തീർച്ചയായും കെ ബാബുവിൻ്റെ രാജി നിയമസഭാ സമ്മേളനത്തെ പ്രക്ഷുബ്ധമാക്കും എന്നുള്ളതിന് സംശയമില്ല. കാരണം കെ ബാബുവിനെയും വെള്ള വീശിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് ആദ്യം വിജിലൻസ് കോടതിയിൽ പ്രാഥമിക അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നൽകിയത്. എന്നാൽ പിന്നീട് കോടതി വളരെ വേഗം തന്നെ ഇത് സ്വീകരിക്കാതെ ക്വിക്ക് വെരിഫിക്കേഷന് ഉത്തരവിടുകയായിരുന്നു. അത് 1 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ആ റിപ്പോർട്ട് സമർപ്പിക്കാൻ വിജിലൻസ് തയ്യാറായില്ല. പകരം കൂടുതൽ സമയം ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. കെ ബാബുവിനെ രക്ഷിക്കാനുള്ള നീക്കം കോൺഗ്രസ് നടത്തി എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടായിരിക്കും ശക്തമായ നിലയിൽ പ്രതിപക്ഷം നിയമസഭാ സമ്മേളനത്തെ കാണുക. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സർക്കാരിനെതിരെ മുഖ്യമന്ത്രിയുടെ രാജി കൂടി ആവശ്യപ്പെട്ടുകൊണ്ടായിരിക്കും നിയമസഭയിൽ ശക്തമായ നിലപാട് പ്രതിപക്ഷം സ്വീകരിക്കുക. അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ സോളാർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാളെ
ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷൻ വിസ്തരിക്കാൻ ഇരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതും സ്വാഭാവികമായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടി തന്നെയാണ്. നാളെ തിരുവനന്തപുരത്താണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ സോളാർ കമ്മീഷൻ വിസ്തരിക്കുക. ബാർ കോഴക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടും സോളാർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടും കോൺഗ്രസും UDFും വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പല രീതിയിൽ കോടതികളിൽ നിന്നും, ഹൈക്കോടതിയിൽ നിന്നും, അതോടൊപ്പം വിജിലൻസ് കോടതികളിൽ നിന്നും രൂക്ഷമായ വിമർശനങ്ങൾ തുടരെ ഉണ്ടാകുന്നത് VM സുധീരനെ അക്ഷമനാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൽ കടുത്ത അസംതൃപ്തമാണ്. ദയവായി തുടരുക. ഇപ്പോൾ ബാബുവിൻ്റെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട്. ഉമേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ഉമേഷ്, ശ്രീ ബാബു പറഞ്ഞത് തൻ്റെ രാജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കണമെങ്കിൽ അത് മുഖ്യമന്ത്രിയോട് ചോദിച്ചാൽ മതി, KPCC പ്രസിഡന്റിനോട്, VM സുധീരനോട് ചോദിക്കേണ്ടതില്ല എന്നാണ്. ഒരു തുറന്ന പോരിലേക്ക് കോൺഗ്രസിലെ ആഭ്യന്തര രാഷ്ട്രീയം എത്തുന്നതിന്റെ സൂചനയാണോ ബാബുവിന്റെ വാക്കുകൾ? തീർച്ചയായും അങ്ങനെ കരുതാം ഹാരി. കെ ബാബു ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് താൻ രാജിവെക്കുന്നത് മുഖ്യമന്ത്രിക്കാണ് രാജിക്കത്ത് നൽകിയത്, അത് KPCC പ്രസിഡന്റിനോട് പറയേണ്ട കാര്യമില്ല എന്നാണ് കെ ബാബു പ്രതികരിച്ചിരിക്കുന്നത്. KPCC ഭാരവാഹി സ്ഥാനം അല്ലെങ്കിൽ അത്തരത്തിൽ പാർട്ടി ഭാരവാഹി സ്ഥാനം രാജിവെക്കുമ്പോൾ മാത്രമാണ് KPCC പ്രസിഡന്റിനെ അറിയിക്കേണ്ട കാര്യമുള്ളൂ. ഇപ്പോൾ താൻ രാജിവെച്ചിരിക്കുന്നത് മന്ത്രിസ്ഥാനമാണ്, അത് മുഖ്യമന്ത്രിയെയാണ് അറിയിക്കേണ്ടത്. അതിൻ പ്രകാരം തന്നെയാണ് മുഖ്യമന്ത്രിയെ കൃത്യമായി അറിയിച്ച ശേഷമാണ് താൻ രാജിവെച്ചത്. KPCC പ്രസിഡന്റിനെ അറിയിക്കേണ്ട കാര്യമില്ല എന്ന തരത്തിലാണ് കെ ബാബു പ്രതികരിച്ചത്. കെ ബാബു ഇന്നലെ രാജിവെച്ചതിന് ശേഷം ഇന്ന് രാവിലെയാണ് മാധ്യമങ്ങളെ കാണുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയത്. കെ ബാബുവിന് കോട്ടയത്ത് ഒരു പരിപാടിയുണ്ട്, അതിനു മുൻപായാണ് മാധ്യമങ്ങൾ സമീപിച്ചപ്പോൾ മാധ്യമങ്ങളോട് ഇക്കാര്യം സൂചിപ്പിച്ചത്. പരോക്ഷമായി VM സുധീരനോടുള്ള ഒരു പരോക്ഷ വിമർശനം കൂടിയാണ് ഇത്തരത്തിൽ. KPCC പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം കെ ബാബു രാജിവെക്കുന്നതിന് മുമ്പ് VM സുധീരന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള പ്രതികരണം ഉണ്ടായിരുന്നു. രാജിവെക്കുന്നതാണ് നല്ലത് എന്ന തരത്തിൽ VM സുധീരൻ പറയുകയുണ്ടായി. അത്തരത്തിലുള്ള പ്രതികരണമൊന്നും താൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു എന്നും കെ ബാബു സൂചിപ്പിക്കുകയുണ്ടായി. എന്തായാലും കീഴ്വഴക്കം അനുസരിച്ച് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അത് KPCC പ്രസിഡന്റിനെ രാജിവെക്കുന്നതിന് മുമ്പ് KPCC പ്രസിഡന്റിനെ അറിയിക്കുക എന്നൊരു കീഴ്വഴക്കം ഇല്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെയാണ് താൻ രാജിക്കാര്യം അറിയിച്ചത്. അതിൻ പ്രകാരമാണ് രാജിവെച്ചത് എന്ന് തന്നെയാണ് കെ ബാബു ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും ഉമേഷ്. കെ ബാബുവിൻ്റെ രാജിയോടെ കോൺഗ്രസിൽ ഗ്രൂപ്പ് പോര് മൂർച്ഛിക്കുന്നു. സുധീരനും വിജിലൻസിനുമെതിരെ A ഗ്രൂപ്പ് പരസ്യമായി രംഗത്ത് വരാൻ തയ്യാറെടുക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഉമേഷും KG ദിനകറും. ഇടവേള. കോയമ്പത്തൂർ CMS കോളേജിലെ 1ാം വർഷ മലയാളി വിദ്യാർത്ഥി ഗോവിന്ദിന് സീനിയേഴ്സിൻ്റെ റാഗിംഗ് എതിർത്തതിനെ തുടർന്ന് ഗുരുതര പരിക്ക്. CMS ബയോടെക്നോളജി 1ാം വർഷ വിദ്യാർത്ഥിയാണ് ഗോവിന്ദ്. സീനിയർ വിദ്യാർത്ഥികൾ നടത്തുന്ന പണപ്പിരിവ് എതിർത്തതിനെ തുടർന്നാണ് തോർത്തിൽ കല്ലുകെട്ടി തലയ്ക്കടിച്ച് ഗോവിന്ദിനെ കൊലപ്പെടുത്താൻ ശ്രമം നടന്നത്. വയനാട് സ്വദേശി സനൂപ് അടക്കമുള്ള 6 മലയാളികളാണ് സംഭവത്തിന് പിന്നിലെന്നാണ് ഗോവിന്ദ് പോലീസിന് നൽകിയ മൊഴി. പേര് ഗോവിന്ദ് എന്നാണ്. ഞാൻ CMS കോളേജിൽ ഫസ്റ്റ് ഇയർ BSc ബയോടെക്നോളജിക്ക് പഠിക്കുകയാണ്. എൻ്റെ റൂമ് കുറുമ്പംപാളയം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ താമസിക്കുമ്പോൾ 2 ദിവസം മുമ്പ് വൈകിട്ട് സീനിയേഴ്സ് 3ാം വർഷ BBA വിദ്യാർത്ഥികൾ വന്ന് 1000 രൂപ ആവശ്യപ്പെടുകയും എൻ്റെ കയ്യിൽ 350 രൂപയുള്ളൂ എന്ന് ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അത് ബലമായി പിടിച്ചു വാങ്ങുകയും ബാക്കി റൂമിലുള്ള ബാക്കി എല്ലാ വിദ്യാർത്ഥികളുടെയും കയ്യിൽ നിന്ന് 100 രൂപ വീതം വാങ്ങി 1000 രൂപയായി വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അതിനുശേഷം അടുത്ത ദിവസം ഫയാസ് എന്ന് പറഞ്ഞ മറ്റൊരു തേർഡ് ഇയർ വിദ്യാർത്ഥി വരികയും 600 രൂപ ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇവിടെ ഇന്നലെയും കൂടെ വന്ന് അവർ പൈസ വാങ്ങിച്ച് പോയതേ ഉള്ളൂ, ഭക്ഷണം കഴിക്കാൻ പോലും നമുക്ക് പൈസയില്ല, വീട്ടിൽ നിന്ന് അയച്ചിരുന്ന പൈസയേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ടും അത് മുഖവിലേക്ക് എടുക്കാതെ ബലമായി ബാക്കിയുള്ളവരുടെ കയ്യിൽ നിന്നും പൈസ പിടിച്ചു വാങ്ങുകയാണ് ചെയ്തത്. ഞാനിങ്ങനെ വിമുഖത കാണിച്ചു എന്നതിൻ്റെ പേരിലാണ് ഞാൻ ആക്രമിക്കപ്പെട്ടത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോളേജിൽ നിന്ന് തിരിച്ച് റൂമിലേക്ക് പോകുന്ന വഴി 3 പേരടങ്ങുന്ന സംഘം 3 പേരടങ്ങുന്ന 2 ബൈക്കിൽ സംഘം എത്തി എന്നെ തടഞ്ഞു നിർത്തുകയും ഇടവഴിയിലേക്ക് വിളിച്ചുകൊണ്ട് പോവുകയും അവിടെ വെച്ച് മാരകമായി ആക്രമിക്കുകയാണ് ചെയ്തത്. കല്ല് തുണിയിൽ കെട്ടി എൻ്റെ തലയ്ക്കടിച്ച് മാരകമായി പരിക്കേൽപ്പിച്ചു. അവിടെ ബോധം കെട്ട് വീണ എന്നെ ബൈക്കിലെടുത്തിരുത്തി കൊണ്ടുപോകുന്ന വഴിക്ക് ബോധം വരുമ്പോൾ ബാക്കിലിരിക്കുന്ന സനൂപ് എന്ന് പറഞ്ഞ സീനിയർ, അവനാണ് എന്നെ കല്ല് വെച്ച് തലയ്ക്കടിച്ചത്. എൻ്റെ ചെള്ളയ്ക്ക് പിന്നെയും അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴും
രക്തം വാർന്ന് എന്നെ ബൈക്കിൽ എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും എന്നെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സനൂപ് എന്ന് പറഞ്ഞ വിദ്യാർത്ഥി വയനാട്ടുകാരനാണ്. ഇത്തരം ആക്രമണങ്ങൾ CMS കോളേജിൽ പതിവാണ്. ഇതെല്ലാം മലയാളി വിദ്യാർത്ഥികളോട് മലയാളി സീനിയേഴ്സ് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഷാജഹാൻ ചേരുന്നു. ഷാജഹാൻ, റാഗിങ്ങിനെതിരെ വളരെ കർശനമായ നിയമങ്ങൾ നിലവിലുള്ളപ്പോഴാണ് ഇത്തരമൊരു മലയാളി വിദ്യാർത്ഥിക്ക് ക്രൂരമായ ആക്രമണം നേരിടേണ്ടി വന്നത്. 2 ബൈക്കിലായി 3 പേർ, അതായത് വയനാട് സ്വദേശി സനൂപിൻ്റെ നേതൃത്വത്തിലുള്ള 6 പേരാണ് ഇദ്ദേഹത്തെ ആക്രമിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ വിദ്യാർത്ഥിയുടെ പരാതിയിന്മേൽ പോലീസ് എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? 6 പേരും, അദ്ദേഹത്തെ ആക്രമിച്ച 6 പേരും മലയാളികൾ തന്നെയാണോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ആനന്ദിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോയമ്പത്തൂർ കോളേജിൽ വെച്ചാണ് സംഭവം നടന്നതെങ്കിലും അതിനുശേഷം അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആനന്ദിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അവിടെ നിന്നും രാത്രി തന്നെ അവർ രക്ഷപ്പെട്ട് നാട്ടിലെത്തുകയായിരുന്നു. മാവേലിക്കര വള്ളികുന്നം സ്വദേശിയാണ് ഇപ്പോൾ അക്രമത്തിൽ പരിക്കേറ്റ് മാവേലിക്കര ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. സംഭവം അറിഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ അതീവ ഗുരുതരാവസ്ഥയിലാണ്. തലയിലെ പുറകു ഭാഗത്ത് നിരവധി സ്റ്റിച്ചുകളുണ്ട്. വളരെ ഗുരുതരാവസ്ഥയിലാണ് ഇദ്ദേഹത്തെ നാട്ടിലെത്തിച്ചത്. ഇപ്പോൾ ഏകദേശം പൂർവ്വസ്ഥിതിയിലേക്കായി വരുന്നതേ ഉള്ളൂ. കഴിഞ്ഞ 21-ാം തീയതിയാണ് സംഭവം നടന്നത്. റാഗിങ്ങിനെതിരെ ഒട്ടനവധി നിയമങ്ങളുമൊക്കെ നിലനിൽക്കുന്ന രാജ്യത്താണ് ഇത്തരം സംഭവങ്ങൾ അരങ്ങേറുന്നത്. നമുക്കറിയാം, ഇത്തരത്തിൽ പല സംഭവങ്ങളും പല സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുണ്ട്. തമിഴ്നാട്ടിലാണ് ഇത്തരം സംഭവങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. അതും മലയാളികൾ തന്നെയാണ്, മലയാളികളായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നേരെ ആക്രമണം നടത്തുന്നത്. ഇവർക്കെതിരെ ശക്തമായ നടപടികൾ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് രക്ഷകർത്താക്കളും മറ്റും പറയുന്നത്. പുതിയ വിദ്യാർത്ഥികൾ, അതായത് ഫസ്റ്റ് ഇയേഴ്സ് ചെല്ലുമ്പോൾ അവരുടെ നിന്നും പണം വരട്ടി വാങ്ങിക്കുന്നത് സ്ഥിരം. ഇത്തരത്തിൽ പണം നൽകാൻ വിമുഖത കാണിക്കുന്നവർക്കെതിരെയാണ് ഇത്തരത്തിൽ അക്രമം നടത്തുന്നത്. റാഗിങ്ങിന്റെ പേരിലാണ് ഇത്തരത്തിൽ ഇവരിൽ നിന്നും പണം പിരിച്ച് സീനിയേഴ്സ് ജീവിക്കുന്നത്. ഇതൊരു സ്ഥിരം നടപടിയായിട്ടാണ് നമുക്ക് മറ്റു വിദ്യാർത്ഥികളിൽ നിന്ന് മറ്റും അറിയാൻ സാധിക്കുന്നത്. ഇതിനെതിരെ പരാതി നൽകാനും ഷാജഹാൻ, ദയവായി തുടരുക. ഇപ്പോൾ ആക്രമിക്കപ്പെട്ട ഗോവിന്ദിന്റെ അച്ഛൻ തന്നെ നമ്മളോടൊപ്പം ചേരുന്നു. താങ്കൾ ഏതെങ്കിലും തരത്തിലുള്ള പരാതി ഇതുമായി ബന്ധപ്പെട്ട് കോളേജ് അധികാരികൾക്ക്, പോലീസിന് നൽകിയിട്ടുണ്ടോ? സാധാരണയായി റാഗിംഗ് നടന്നു എന്ന് പരാതി കിട്ടിയാൽ ഉടൻ തന്നെ കോളേജ് അധികാരികൾ ഉടൻ തന്നെ നടപടി സ്വീകരിക്കേണ്ടതാണ്. ആ വിധത്തിലുള്ള ഏതെങ്കിലും നടപടി കോളേജ് അധികാരിയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? 21-ാം തീയതിയാണ് ഈ ആക്രമണം നടന്നത്. ദിവസങ്ങൾ പിന്നിടുന്നു. എന്തെങ്കിലും നടപടി അക്രമകാരികൾക്കെതിരെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന്, കോളേജ് അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഞാൻ മോന്റെ ക്ലാസ് ടീച്ചറിനെ ഇൻഫോം ചെയ്തു എന്ന മുകളിൽ പിന്നെ കോളേജിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. അത് ബന്ധപ്പെടാതിരുന്നത് ഈ കുട്ടികൾ അതിന് പകരമായി വേറെ എന്തെങ്കിലും നീക്കങ്ങൾ നടത്തുമെന്നുള്ള ഭയപ്പാടുകൂടിയാണ്. നാളെ ഞാൻ കോളേജിലേക്ക് പോവുകയാണ്. ഡയറക്റ്റ് പോയി പ്രിൻസിപ്പലിനെ കണ്ട് പരാതി കൊടുക്കുകയാണ്. ശരി, പോലീസിനെ അറിയിച്ചിരുന്നോ? കാരണം ഇത്തരമൊരു അതെ, പോലീസിനെ അറിയിച്ചു. 21-ാം തീയതി നടന്ന ആക്രമണം എന്നെ വിളിച്ചു പറഞ്ഞിരുന്നില്ല, മോഹൻ വിളിച്ചു പറഞ്ഞിരുന്നില്ല. കാരണം ബോധം കെട്ട് വീണെടുത്തു നിന്ന് ഇവന്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളെ അടിച്ചു ഓടിക്കുകയും അവരുടെ കയ്യിൽ നിന്ന് പൈസ പിടിച്ചു വാങ്ങിക്കുകയും ചെയ്തിരുന്നവര്. ഇവൻ അടി കൊണ്ട് ബോധം കെട്ട് വീണെടുത്തു നിന്ന് ഇവര് തന്നെ ആക്രമിച്ച കുട്ടികൾ തന്നെയാണ് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. താങ്കൾ ഗോവിന്ദിന്റെ ക്ലാസ് ടീച്ചറുമായി ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞു. ഏത് തരത്തിലുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്? ഒരു ലേഡി സുജ എന്ന് പറഞ്ഞ ടീച്ചറാണ്. ടീച്ചർ പറഞ്ഞത് പിന്നെ റിട്ടേൺ ആയിട്ടുള്ള കംപ്ലൈന്റ് കിട്ടാതെ കോളേജിന് നടപടിയൊന്നും എടുക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു ഞാൻ നേരിട്ട് വന്ന് കംപ്ലൈന്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ഗുരുതരമായ ഒരു ആക്രമണം കോളേജിൽ നടന്നിട്ടും രേഖാമൂലമുള്ളൊരു പരാതിക്ക് വേണ്ടി മാത്രമാണോ അവർ കാത്ത് നിൽക്കുന്നത്? അത് വലിയൊരു അനാസ്ഥയല്ലേ? അതാണ് ഇത്തരം ഈ കോളേജുകളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പിറകിലുള്ളത്. അപ്പോൾ കോളേജുകാര് പിന്നെ അത്തരം ഒരു രക്ഷകർത്താക്കളുടെ ഭാഗത്തുനിന്നോ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നോ ഏതെങ്കിലും റിട്ടേൺ പേപ്പർ കിട്ടിയാൽ മാത്രമേ നടപടി എടുക്കൂ എന്ന് പറയുന്നത് ഈ കുട്ടികൾക്ക് പലപ്പോഴും ഈ ആക്രമണകാരികളെ ഭയന്നുകൊണ്ട് തന്നെ പരാതി കൊടുക്കാൻ മടിക്കുന്നുണ്ട് കുട്ടികൾ. അതിൻ്റെ രസകരമായ കാര്യം 6 പേരും മലയാളികളാണെന്നാണ് ഗോവിന്ദ് പറയുന്നത്. ഇവരെക്കുറിച്ച് ഒരു വയനാട് സ്വദേശിയാണ് ഇതിന് നേതൃത്വം നൽകിയതെന്നും പറയുന്നു. ബാക്കിയുള്ളവരെ കുറിച്ച് പറയൂ. ഇവർ ഒരു ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണോ അതോ ആ കോളേജിലെ പുറത്തുനിന്നുള്ളവർ ഈ കൂട്ടത്തിലുണ്ടോ? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരം താങ്കൾക്ക് ഇപ്പം നൽകാൻ കഴിയുന്നുണ്ടോ? പുറത്തുനിന്നുള്ള കുട്ടികൾ ആരുമില്ല. ആ കോളേജിൽ തന്നെ ഫൈനൽ ഇയറിന് പഠിക്കുന്ന BBA CA വിദ്യാർത്ഥികളാണ്.
എന്നാണ് അവന് അറിയാൻ പറ്റുന്നത്. സീനിയേഴ്സ് ആയതുകൊണ്ട് കൃത്യമായ ക്ലാസ്സുകൾ ധാരണ ഉണ്ടാവത്തില്ല. BBAക്ക് പഠിക്കുന്ന കുട്ടികളാണ് കൂടുതലും. BBA CA എന്ന് പറഞ്ഞു. അപ്പൊ ഈ കോഴ്സ് ഏതാണെന്ന് എനിക്ക് മനസ്സിലായില്ല. CA എന്ന് പറഞ്ഞ കോഴ്സ് ഏതാണെന്ന് മനസ്സിലായില്ല. അപ്പൊ അത് ഈ 6 കുട്ടികളും കോളേജിലെ സീനിയേഴ്സ് തന്നെയാണ്. പുറത്തുനിന്നുള്ള ആരുമില്ല, തമിഴ്നാട്ടുകാരും നമ്മുടെ മലയാളികൾ തന്നെയാണ് സ്ഥിരമായി ഈ കുട്ടികളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നന്ദി പ്രതികരിച്ചതിന്. കോയമ്പത്തൂർ CMS കോളേജിലെ 1ാം വർഷ മലയാളി വിദ്യാർത്ഥി ഗോവിന്ദന് സീനിയേഴ്സിൻ്റെ റാഗിംഗ് എതിർത്തതിനെ തുടർന്ന് ഗുരുതര ആക്രമണം ഏൽക്കേണ്ടി വന്നു. അദ്ദേഹം ഇപ്പോൾ മാവേലിക്കര ആശുപത്രിയിൽ ചികിത്സയിലാണ്. ജനങ്ങളാണ് രാജ്യത്തെ ചരിത്രം നിർമ്മിക്കുന്നത്. ഈ രാജ്യത്തെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾ സംഘടിക്കണം. ചരിത്രം ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഒപ്പം ഭാവിയിലേക്കുള്ള ഒരു തിരുത്തൽ രേഖയും. പുതിയ ചിന്ത, പുതിയ കർമ്മം, പുതിയ കേരളം. പങ്കെടുക്കൂ, അണിചേരൂ ഈ ബഹുജന മുന്നേറ്റത്തിൽ. പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് 10ാം ദിവസമായി ഇന്ന് മലപ്പുറം ജില്ലയിൽ പര്യടനം നടത്തും. താനൂർ, തിരൂർ, എരമംഗലം, എടപ്പാൾ എന്നിവിടങ്ങളിൽ ഇന്ന് ജാഥയ്ക്ക് സ്വീകരണം നൽകും. ഇന്നലെ മലപ്പുറം ജില്ലയിൽ പ്രവേശിച്ച ജാഥയ്ക്ക് ഉജ്ജ്വല വരവേൽപ്പാണ് ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ ലഭിച്ചത്. താനൂരാണ് ആദ്യ സ്വീകരണ കേന്ദ്രം. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം തിരൂർ, BP അങ്ങാടി, എരമംഗലം, എടപ്പാൾ എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകും. മലപ്പുറം ജില്ലയിലെ ആദ്യ ദിന പര്യടനത്തിൻ്റെ സമാപനം തിരൂരങ്ങാടി മണ്ഡലത്തിലെ പരപ്പനങ്ങാടിയിലായിരുന്നു. സമാപനം പരപ്പനങ്ങാടി അവിസ്മരണീയമാക്കി. 10,000 സ്വീകരണ കേന്ദ്രത്തിലേക്ക് ഒഴുകിയെത്തി. ബാർക്കോഴയുമായി ബന്ധപ്പെട്ടുള്ള മന്ത്രി ബാബുവിൻ്റെ രാജിവാർത്തയുടെ ആവേശത്തിലായിരുന്നു പ്രവർത്തകർ. അഴിമതി വിമുക്തമായ നവകേരളം കെട്ടിപ്പടുക്കുന്നതിനുള്ള മാർച്ച് 9 നാൾ പിന്നിട്ടപ്പോൾ തന്നെ ആദ്യ വിജയം നേടാനായതിൻ്റെ ആവേശം. പതിവിലധികം ജനക്കൂട്ടം ജില്ലയിലെ ആദ്യ ദിന പര്യടന ദിവസം ജാഥയെ സ്വീകരിക്കാനെത്തി. ആദ്യ സ്വീകരണ കേന്ദ്രമായ കൊണ്ടോട്ടിയിലും തുടർന്ന് വേങ്ങരയിലും കോഹിനൂരിലും ജാഥാനായകൻ്റെ പ്രസംഗം ബാർക്കോഴയിലൂന്നി. അഴിമതിക്ക് നേതൃത്വം നൽകിയ ഉമ്മൻചാണ്ടിക്ക് ഒരു നിമിഷം മന്ത്രിയായി തുടരാൻ അവകാശമില്ലെന്ന പ്രഖ്യാപനത്തെ സദസ്സ് കയ്യടിയോടെ പിന്തുണച്ചു. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി തന്നെ അധികാരത്തിലിരിക്കാൻ അർഹനല്ല. അത്രമാത്രം കാര്യങ്ങളാണ് ഉമ്മൻചാണ്ടിക്കെതിരെ വന്നിട്ടുള്ളത്. ടൈറ്റാനിയം കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലുണ്ടായിട്ടുള്ള കോടതിയുടെ പരാമർശത്തിൻ്റെ മേലെ ഉമ്മൻചാണ്ടി ഇറങ്ങിപ്പോകേണ്ടതാണ്. പക്ഷെ ഉമ്മൻചാണ്ടിയുടെ മുഖ്യമന്ത്രി പദം ഇത്തരം ആളുകളെയൊക്കെ സംരക്ഷിക്കാനാണ് ഉപയോഗിച്ചു വന്നത്. 4 ദിവസമാണ് ജാഥ മലപ്പുറം ജില്ലയിൽ പര്യടനം നടത്തുന്നത്. ജില്ലയിലെ 16 മണ്ഡലങ്ങളും മാർച്ചിന് സ്വീകരണമൊരുക്കിയിട്ടുണ്ട്. ഈ മാസം 27 വരെ നവകേരള മാർച്ച് ജില്ലയിൽ പര്യടനം തുടരും. മലപ്പുറത്തു നിന്നും സാലി മുഹമ്മദ്. അമേരിക്കയിൽ പലയിടത്തും മഞ്ഞുവീഴ്ച, വിമാന സർവീസുകളെ മഞ്ഞുവീഴ്ച ബാധിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഇപ്പോൾ US നിന്നും ജോസ് ചേരുന്നു. ജോസ്, ഏത് തരത്തിലാണ് മഞ്ഞുവീഴ്ച ജനജീവിതത്തെ ബാധിച്ചത്? വിമാന സർവീസുകളെ അടക്കമുള്ള ഗതാഗത സംവിധാനത്തെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്? ശ്രീ ജോസ്. ജോസ്, കേൾക്കാൻ കഴിയുമോ? ജോസ്, മഞ്ഞുവീഴ്ച വിമാന സർവീസ് അടക്കമുള്ള ഗതാഗത സംവിധാനത്തെ ഏത് തരത്തിലാണ് ബാധിച്ചിട്ടുള്ളത്? ജനജീവിതം ദുസ്സഹമായിട്ടുണ്ടോ? വിവരങ്ങൾ. ഹായ് ഹരി, ഇന്ന് ശനിയാഴ്ച രാവിലെ 8 മണിയോടെ ആരംഭിച്ച കനത്ത മഞ്ഞുവീഴ്ചയിൽ കാലാവസ്ഥാ പ്രവചനങ്ങൾക്ക് അപ്പുറത്തേക്ക് മഞ്ഞുവീഴ്ച കനത്ത രീതിയിൽ ന്യൂയോർക്ക് തുടരുകയാണ്. ന്യൂയോർക്കിൽ തന്നെ ഏകദേശം 3 അടിയോളം മഞ്ഞ് വീണ് കഴിഞ്ഞു. ഉച്ചയ്ക്ക് 2:30 മുതൽ റോഡ് ഗതാഗതം നിലച്ചു. ട്രെയിൻ ഗതാഗതം വൈകിട്ട് ഏതാണ്ട് 4:30 നിർത്തി. കൂടുതൽ മാസീവായ മഞ്ഞുവീഴ്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. US ഏതാണ്ട് 85 മില്യൺ ജനങ്ങളെ ഈ മഞ്ഞുവീഴ്ച നേരിട്ട് ബാധിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഏതാണ്ട് 7000-ഓളം ഫ്ലൈറ്റുകൾ, ശനി ഞായർ ദിവസങ്ങളിൽ പോകേണ്ട ഫ്ലൈറ്റുകൾ ഈ മഞ്ഞുവീഴ്ച കാരണം നിർത്തിയിരിക്കുകയാണ്. ന്യൂയോർക്കിൽ തന്നെ 700-ഓളം നാഷണൽ ഗാർഡ് ട്രൂപ്പ് സജ്ജമായി കഴിഞ്ഞു. അതിലെല്ലാം ഉപരിയായിട്ട് ഏതാണ്ട് നോർത്ത് കരോലിനയിൽ 7 പേര് ഈ മഞ്ഞുവീഴ്ചയെ തുടർന്ന് മരിച്ചിട്ടുണ്ട്. വെർജീനിയയിൽ ഒരാളുണ്ട്, കെൻഡക്കിൽ ഒരാൾ മരിച്ചു. അതുകൂടാതെ ന്യൂയോർക്കിൽ 4 പേര് മരിച്ചു. ഏകദേശം 14ഓളം മനുഷ്യർ ഈ മഞ്ഞുവീഴ്ചയിൽ ഇപ്പോൾ അമേരിക്കയിൽ മരിച്ചിട്ടുണ്ട്. 1000-ഓളം വാഹനാപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2 ലക്ഷത്തോളം വരുന്ന കസ്റ്റമേഴ്സിന് വൈദ്യുതി നിലച്ചതായി എനർജി
കമ്പനികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലെ ഭൂരിഭാഗവും നോർത്ത് കരോലിനയിലും ന്യൂജേഴ്സിയിലുമാണ്. 33 മില്യൺ ജനങ്ങളെ ഈ മഞ്ഞുവീഴ്ചയുടെ ഭയാനകമായ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. 11 സ്റ്റേറ്റുകളിൽ സ്നോ എമർജൻസി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ന്യൂജേഴ്സിയും ന്യൂയോർക്കും ഇതിൽ ഉൾപ്പെടുന്നു. വിവരങ്ങൾ നൽകിയത് ജോസ് കാടാപ്പുറം, കൈരളി ടിവിക്ക് വേണ്ടി ന്യൂയോർക്കിൽ നിന്ന്. ചെയ്തത് അമേരിക്കയിൽ കനത്ത മഞ്ഞുവീഴ്ച.